അച്ഛൻ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു സിനിമയെ കുറിച്ചുള്ളൊരു? അച്ഛൻ സിനിമയിൽ എങ്ങനെ പെരുമാറണം എന്നാണ് പറഞ്ഞതല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആരോടും ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്, എല്ലാവരും ഒരേപോലെ തന്നെ. അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ തലത്തിലുള്ള ആൾക്കാരുമായിട്ട് അച്ഛന് കൂട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സിനിമയിൽ എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റാം, ഐ മീൻ നമ്മൾ ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റാവുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, അതെങ്ങനെ അത് പ്രിക്കോഷൻ എടുക്കണം, എല്ലാം അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടില്ലേ. ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയായിരുന്നു അച്ഛൻ. അമ്മ പറയും അച്ഛനെ ഫിനാൻസ് മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഇന്ത്യ രക്ഷപ്പെട്ടേനെന്ന്. സാധാരണ നമ്മള് സിനിമയുടെ അല്ലെങ്കിൽ സിനിമാക്കാരെ പറയുമ്പോഴത്തേക്കും അവര് ഭയങ്കര ലാവിഷ് ആയിരിക്കും, ഭയങ്കര അങ്ങനത്തെ ഒരു ലക്ഷറിയസ് ലൈഫ് ആയിരിക്കും എന്നാണ് ഞാൻ അങ്ങനെ. അച്ഛനോ? അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ ഭയങ്കര പിശുക്കനായിരുന്നു. കാര്യമായിട്ട് പറഞ്ഞ അമ്മ അമ്മയുടെ കൂടെ കൂടിയിട്ടാണ് അച്ഛൻ പിശുക്കനായത്. അച്ഛൻ കുറച്ച് ലാവിഷായിരുന്നു. അമ്മ പറഞ്ഞു അങ്ങനെയല്ലരായിട്ടാ, നമുക്ക് ഇങ്ങനെ ചെലവാക്കാം, അവിടെ സേവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവസാനമായപ്പോ അമ്മ പറയും പഠിപ്പിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു സേവ് ചെയ്യാൻ. അവസാനം അമ്മ ആണ് പിന്നെയും ദൂർത്ത് ഉണ്ടായിരുന്നത് അവസാനമായപ്പോ. അച്ഛൻ ഭയങ്കര ഒന്നാമത്തെ കാര്യം നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം അല്ലല്ലോ. എല്ലാ മാസവും നമുക്ക് 1-ാം തീയതി ശമ്പളം കിട്ടുമെങ്കിൽ ഇത്ര ടെൻഷൻ ഇല്ല. സിനിമ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ളൊരു ഫീൽഡാണിത്. അപ്പോൾ അച്ഛൻ ആ ഒരു ഇത് മുന്നിൽ കണ്ടിട്ട് എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടാവുമായിരുന്നു. അതെ അതെ. ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വീടുണ്ടാക്കി തന്നിട്ടുണ്ട്, എല്ലാം എനിക്കുള്ള സ്വർണം വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അത്രയും എല്ലാം സേഫ് ആക്കിയിട്ടാണ് ആള് പോയത്. അപ്പം എനിക്കും അമ്മയ്ക്കും അതിൻ്റെ ഒരു ഫിനാൻഷ്യലി ഒരാളായിട്ട് ഉള്ളൊരു അത് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോഴും തീർച്ചയായിട്ടും അതിപ്പോഴും നമുക്ക് അതിന് മുഴുവനായിട്ട് നമ്മൾ റിക്കവർ ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പല സാഹചര്യങ്ങളിലും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഡെയിലി എന്നുള്ള രീതിയിൽ ഞാൻ ഓർക്കാറുണ്ട്. അല്ലാതെ നമുക്ക് ഒരു കലാകാരന്മാരുടെ അവസ്ഥ അവസാനമാകുമ്പോൾ പലരുടെയും വളരെ ദയനീയമാവാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഇതിൽ ഞങ്ങൾ ഒരിക്കലും എത്തിച്ചിട്ടുമില്ല, എത്തിച്ചിട്ടുമില്ല അച്ഛൻ. അല്ല, ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ദിലീപേട്ടനെ വെച്ച് സിനിമ ചെയ്ത ആളാണ്. അപ്പൊ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ കുറെ ഏറ്റവും വലിയ ക്രിട്ടിസൈസ് പുള്ളിയായിരിക്കും ചെയ്യുന്നത്. അച്ഛൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്ക് ഞാനായിരുന്നു. അതേപോലെ പക്ഷെ അച്ഛന് ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അന്ന് അച്ഛന് ഇഷ്ടമാണ്. അമ്മ എന്നെ ചുമ്മാ ചോദിച്ചിട്ടുണ്ട് പണ്ട്, പാറു സിനിമയിലേക്ക് വന്നതിനെ കുറിച്ച് രാജന്റെ അഭിപ്രായം എന്ന്. അച്ഛൻ പറഞ്ഞു നല്ല കാര്യമാണ്, പക്ഷെ ഒരു ഡിഗ്രി എടുത്തിട്ട് സമ്മതിക്കുള്ളൂ. അതെ, എന്തായാലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ ഇത് കഴിഞ്ഞപ്പോൾ അന്നും കാണാൻ അച്ഛനുണ്ടായില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഞാൻ ആ സമയത്ത് ഈ ടിക്ടോക്ക് ഒന്നും ഇല്ലന്ന്, അതിന് മുന്നേ തുടങ്ങിയതാണ് ഞാൻ ഈ റീൽ ചെയ്യണ പരിപാടി. അത് ഒരു ഫോണിൽ ഓഡിയോ വെക്കും, ഒരു ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്യും. ഈ ഡബ് സ്മാഷ് ഒക്കെ വന്നതിന് മുമ്പ്. അങ്ങനെ ഞാൻ ഞാനാണ് അതിന്റെ മുമ്പ് ഞാനാവും, ആരും അറിയിച്ചിട്ടില്ല എന്നൊക്കെ പുറത്ത് കാണിക്കാൻ കൊള്ളൂല അങ്ങനത്തെ വീഡിയോ. ഞാനങ്ങനെ വീഡിയോ ഒക്കെ ചില സീൻസ് ഒക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പൊ അച്ഛനത് കാണുമ്പോ ഇത് കൊള്ളാലോ, ഇവള് നല്ല രസമുണ്ടല്ലോ. ഞാൻ അതേപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാനൊക്കെ നോക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ അച്ഛൻ എന്നെ ഈ പെർഫോം ചെയ്യണ കണ്ടല്ലോ. പിന്നെ ഡാൻസ് ഒക്കെ കാണുമ്പോഴാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു അവസരത്തിൽ എത്തിയപ്പോ അത് മിസ് ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും. യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? യൂട്യൂബ് ചാനൽ അത്ര ആക്റ്റീവ് അല്ല. ഞാനിപ്പോ ലാസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമാണ് കുറച്ചൊരു വ്യൂസ് കയറിയത് അതില്. അല്ലാത്ത ഒരു ദേവിയുടെ അതല്ല അത് വേറെ ചാനലിലാണ്. അത് ഞാൻ അഭിനയിച്ചത്, ഞാൻ ഡയറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതാണ് യൂട്യൂബ് ചാനൽ. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു കംപ്ലീറ്റ് പേരെന്തായിരുന്നു അതിന്റെ ഷോർട്ട് ഫിലിമിന്റെ? ബിറ്റ്വീൻ. അല്ല, എന്തോ സുശീല. അത് ഭഗവതി വിലാസം സുശീല. അതിനകത്ത് ദേവിയുടെ ഒരു സംഭവം. അപ്പൊ അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ആരെങ്കിലും? എന്റെ അടുത്ത് എല്ലാരും നാടൻ ലുക്കാന്ന് പറയാറ്. അല്ല, ഇത് ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ പണ്ട് തമിഴ് സിനിമകളിലൊക്കെ കാണുമ്പോ അന്നത്തെ ഡയറക്ടേഴ്സ് ഒക്കെ ചെയ്തു വെച്ച ഒരു ദേവിയുടെ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. അതുമായിട്ട് എവിടേക്കോ റിലേറ്റ് ചെയ്യുന്ന പോലെ. അല്ല, അത് കമന്റ് ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക്. അങ്ങനെ എനിക്ക്
എൻ്റെ അടുത്ത് എല്ലാവരും നാടൻ ലുക്കാന്ന് പറയാറുണ്ട്. എനിക്ക് മോഡേൺ ഡ്രസ്സിനേക്കാളും ചേരുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിളും നാടൻ ഡ്രസ്സുകളിലാണ് ഇട്ട് പോകുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഞാൻ ഇതിൽ ജനിക്കേണ്ട ആളായിരുന്നില്ല. എൻ്റെ അടുത്ത് എല്ലാവരും നിനക്കൊരു 90s നായികമാരുടെ പോലത്തെ ഫീച്ചേഴ്സ് ആണെന്ന് പറയും. നീണ്ട മുടി. ഇപ്പൊ ആരും അങ്ങനെ ഒരു ലോങ് ഹെയർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ റീസെന്റ് എൻ്റെ അടുത്തൊരു ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു എഡി വിളിച്ചിട്ടാണ്. അപ്പൊ അവരും പറഞ്ഞു ഇതൊരു നാടൻ ലുക്കാണ്, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതിലുള്ളത് എന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഒരു മേക്ക് ഓവർ ഒക്കെ ചെയ്യണോ. പക്ഷെ ഇങ്ങനെ ഈ ലുക്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്യാരക്ടറും ചെയ്യാം. മാറണമെങ്കിൽ മാറാം. മാറല് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ സ്ട്രൈറ്റൻ ചെയ്തിട്ട് വഴിയിൽ വെള്ളം എടുക്കാൻ നിൽക്കണ ഒരു ചേരി താമസിക്കുന്ന ചേച്ചിയായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് സീരിയലിൽ അങ്ങനെയാണ്. പട്ടുസാരി എടുത്തിട്ടും അവർക്ക് ധർമ്മത്തിന് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് കുറെ അവസരങ്ങൾ നഷ്ടപ്പെടും. ഞാനിത് പറയുന്നുണ്ട് സീരിയലില് ഇത് ചെയ്യാന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞല്ലേടാ, നമ്മൾ എല്ലാരും പറയുന്ന കാര്യം ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ സീരിയൽ വഴി വന്നൊരാളാണ്, ഞാൻ അതിൽ അഭിമാനിക്കുന്നുണ്ട്. അതും KK രാജീവ് സാറിന്റെ സീരിയല്. പിന്നെ ചെയ്തതും ഫൈസൽ സാറിന്റെ സീരിയലാണ്. ഫൈസൽ അടിമാലി ഫൈസൽ സാറിന്റെ ആണ്. അത് എനിക്ക് വളരെ എന്താ പറയാ, എല്ലാരും എന്നെ തിരിച്ചറിഞ്ഞൊരു 2 വർക്കുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതിന് വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. അതോടുകൂടിയാണ് ഞാൻ ഒരു ഫണ്ടിന് വേണ്ടി പറഞ്ഞു കേട്ടോ. അതെ അതെ. എല്ലാവർക്കും ഈവൻ അവര് തന്നെ പറയും. രാജീവ് സാറ് പക്ഷെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ആള് എടുക്കുന്ന ഒരു സിനിമാറ്റിക് രീതിയിലാണ്. ഷോട്ടുകളാണെങ്കിലും ഈ പറഞ്ഞ മാതിരി കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. കുറച്ചും കൂടി വൈഡൊക്കെ യൂസ് ചെയ്ത്. അങ്ങനെയൊന്നും സീരിയലിൽ ഞാൻ അധികം വൈഡൊന്നും കണ്ടിട്ടില്ല. എല്ലാം മിഡ് ക്ലോസ് ആയിരിക്കുമല്ലോ. ഇത് അങ്ങനത്തെ ഒരു എന്താ പറയാ, നാടിന്റെ ഭംഗിയൊക്കെ കാണിച്ച് അങ്ങനത്തെ ഒരു ഷോട്ടുകളൊക്കെ വെച്ചിട്ടാണ് ആള് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഡ്രസ്സിങ് ആണെങ്കിലും ഇപ്പം ഞാൻ അതിലൊരു തുരുത്തുള്ള പെൺകുട്ടിയായിട്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഷർട്ടും പാവാടയിട്ട് മുടി ഇവിടെ പിടിച്ച് കെട്ടി മുഖത്തൊന്നും ചെയ്യില്ല. ടാനൊക്കെ അടിച്ച് അവിടെ കായലിൻ്റെ സൈഡായിരുന്നു. ടാനൊക്കെ അടിച്ച് ആകെ ശോകമായിട്ടൊക്കെ ഞാൻ ചില ഷോട്ടൊക്കെ ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ല. അത്രയും അവസ്ഥ. അങ്ങനത്തെ അവസ്ഥയിലാണ് ചില ഇതൊക്കെ ഉണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ശങ്കരാടി സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പൊ സാറിന്റെ കുറെ കോമഡി സീൻസ് ഉണ്ട്. ഇപ്പൊ പാർവതി റിപ്പീറ്റ് ആയിട്ട് കണ്ട് ചിരിക്കാറുള്ളത് ഇതാ. എനിക്ക് മറ്റേ ഗോഡ് ഫാദറിലെ ഒക്കെ നല്ല ഇഷ്ടം. അല്ല ക്ലൈമാക്സില് കൈകൊട്ടി വിളിക്കണം, അത് നല്ല രസമാണ്. പിന്നെ കുറെ ഉണ്ട്. നാടോടിക്കാറ്റ്, അതൊക്കെ നല്ല സന്ദേശം, അതിലൊക്കെ സീൻസ് ഒക്കെ എല്ലാരും. പിന്നെ എൻ്റെ അടുത്ത് പരിചയപ്പെടുമ്പോ ഇതാണ് ആ രേഖ എന്നാണ് എല്ലാരും ആദ്യം പറയുന്നത്. ശങ്കരാടി എന്ന് പറയുമ്പോ അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ആയതാണ്. അത് പറയും. ഇനിയിപ്പോ സിനിമ എന്നുള്ളത് കുറച്ചും കൂടെ സീരിയസ് ആക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇപ്പൊ ഇത്ര നേരം പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് പോലും എനിക്ക് അങ്ങനെ കൺസിസ്റ്റൻസി ഒന്നും ഇല്ല. എങ്ങനെ പോകുന്നത് അതുപോലെ പോട്ടെ. ഇപ്പൊ ഇത്രയും വലിയൊരു ബാനറിൽ ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞ് വന്നു. അപ്പൊ ഒരു തോട്ട് മാറിയിട്ടുണ്ടോ, ഇനി ഞാൻ സിനിമയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാം? ഞാൻ എന്നും ചെയ്യുന്ന വർക്ക് ആ സമയത്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും തന്നെ ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ അന്നാ കരീനയില് എനിക്ക് വഞ്ചി തുഴയാനായിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ വഞ്ചി തുഴയാൻ പഠിച്ചു. പക്ഷെ ഭയങ്കര ഓളം ഒക്കെ ഉള്ള സമയത്ത് എൻ്റെ അടുത്ത് ഒരു ഷോട്ടിൽ വഞ്ചി തുഴഞ്ഞു പോകാൻ പറഞ്ഞു. ഞാൻ തുഴഞ്ഞു പോയി. അതിന് തിരിച്ചു വരുമ്പോഴാണ് അവരറിയണത് എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാന്ന്. അത് വെള്ളം അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞു. ഇല്ല, അത് ഞാൻ തുഴഞ്ഞങ്ങോട്ട് പോയി. പിന്നെ തിരിച്ചു വരാൻ പറ്റണല്ലോ, കാറ്റ് വീശിയിട്ട് അങ്ങോട്ടാ പോണേ വഞ്ചി. സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ? ജീവൻ പണയം വെച്ച് അഭിനയിക്കുന്നുണ്ടോ? ഞാൻ എന്ത് ജോലി ചെയ്താലും അങ്ങനെയാ. എനിക്ക് മുൻപിൻ ചിന്തയില്ല. അപ്പൊ വരുന്നിടത്ത് വെച്ച് കാണാം. അഭിനയിക്കും. പക്ഷെ എന്റെ ജീവൻ ഒരു വിലയില്ല അവിടെ, ആർക്കും വേണ്ടെന്നൊക്കെ. ഞങ്ങക്ക് അച്ഛനെ പോലെ ഇതുപോലെ കുറെ നല്ല സിനിമകൾ ചെയ്ത ഒരു ഡയറക്ടറായിട്ട് പാർവതീനെ ഉടനെ എപ്പോഴെങ്കിലും കാണാൻ പറ്റും? ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ അത് സംസാരിച്ചപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഓക്കെ, ഏകദേശം ഒന്നും ആയിട്ടില്ല. സിനിമയുടെ കാര്യമാണ്. നടന്നു സ്ക്രിപ്റ്റും അതെ അതെ. അപ്പം ഞാൻ എൻ്റെ 1 ലൈൻ പറഞ്ഞപ്പോൾ ആൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിലൊരു ക്യാരക്ടറും ഞാൻ
ഹീറോയുടെ ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് ഞാൻ ഇപ്പോൾ അടുത്ത ഇറങ്ങാൻ പോകുന്ന മൂവി ടോണി സേവിയർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ്. അതിൽ നമ്മുടെ വിജീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂവിയിൽ നൂലുണ്ടയില്ലേ, വിജീഷേട്ടൻ്റെ ഒരു കംബാക്ക് പോലെ ഒരു മൂവിയാണ്. അതിൽ ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വിജീഷേട്ടൻ്റെ അടുത്ത് ഞാൻ ചുമ്മാ ഈ ക്യാരക്ടർ ഒന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു കൊള്ളാലോ, അത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമായിരിക്കും, അറിയില്ല. വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ സിനിമാ ബന്ധങ്ങളുള്ളത് കൊണ്ട് കുറച്ചുകൂടി ആർട്ടിസ്റ്റുകളൊക്കെ കിട്ടാൻ എളുപ്പമാകുമോ? അതുണ്ടാവുമായിരിക്കും. ഓക്കെ. പിന്നെ അത് മാത്രല്ല, സിനിമാ ബന്ധം ഇല്ലെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കാണ് ആവശ്യം നല്ല സ്ക്രിപ്റ്റ്. അവരെന്തായാലും വരുമായിരിക്കും. പ്രതീക്ഷ. ഇപ്പൊ ഡിറക്ഷനിലേക്കാണോ താല്പര്യം അതോ അഭിനയത്തിലേക്കാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, അതാ കൺസിസ്റ്റൻസി ഇല്ല. ഇല്ല, എനിക്ക് ഒന്നിലൊരു തീരുമാനമായിട്ടില്ല. ഡയറക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറയുന്നുണ്ട് എനിക്കൊരു വിഷൻ ഉണ്ട്, ചെയ്യാൻ പറ്റുമായിരിക്കും. അവർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കോൺഫിഡൻ്റ് അല്ല. പക്ഷെ എനിക്ക് ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ആകെ ഒരു മൂവിയിൽ ഏഡിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ കോസ്റ്റ്യൂം ഏഡിയ ആയിരുന്നു. എനിക്ക് വലിയ കാര്യമായിട്ട് ഒരു സിനിമ പഠിക്കാനുള്ളൊരു എക്സ്പീരിയൻസ് അതിൽ നിന്നായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ മാതിരി ടെക്നിക്കൽ ഇത് ഒരുപാട് ഞാൻ പഠിക്കാനുണ്ട്. അതെ പക്ഷെ എല്ലാവരും പറയും നല്ലൊരു ക്യാമറാമാൻ ഉണ്ടെങ്കിൽ നീ എന്തിനാ അതൊക്കെ അറിയണേ, ലെൻസ് പോലും ഏതാണെന്ന് അറിയണ്ട അങ്ങനെ പറയും. നമ്മൾ ജസ്റ്റ് ഷോട്ട് പറഞ്ഞു കൊടുത്താൽ മതി, അത് എടുത്തു തരിക എന്നുള്ളതാണല്ലോ ആളുടെ ഡ്യൂട്ടി എന്ന് പറയും. എന്നാലും ഞാൻ എൻ്റെ ഒരു കേട്ടിരിക്കുന്ന സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ സിനിമയുടെ A to Z അറിഞ്ഞിരിക്കണം. അതെ, അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനെ ഞാൻ എപ്പോഴും ആലോചിക്കും. അച്ഛൻ്റെ അടുത്ത് കുറേ പേര് സിനിമ പഠിക്കാൻ വരുമായിരുന്നു. അതായത് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. അന്ന് കുറേ കാലം മുന്നേ അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ. അച്ഛനത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യാം, ചില കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുക്കും. ടിപ്സ്, അങ്ങനെ ഹാക്കുകൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേര് വരുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, എൻ്റെ ഒരു ഇതിൽ വന്നപ്പോൾ എനിക്ക് ആരും ഇല്ല അങ്ങനെ ചോദിക്കാനൊരാൾ. പിന്നെ നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും സൗഹൃദങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ തീർച്ചയായിട്ടും അതുണ്ട്. അത് നമുക്ക് ആരെ വിളിച്ചു കഴിഞ്ഞാലും ഇന്നാളുടെ മകളെന്ന് പറയുമ്പോൾ ഒരു വേറൊരു സ്നേഹം തന്നെ ഉണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ എല്ലാവരോടും നന്നായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരുമായിട്ടും ഭയങ്കര നല്ല സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അത്രയും കഴിവില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കും, അച്ഛൻ എവിടെ പോയാലും അച്ഛൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് അത്രയും ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു വലിയ സർക്കിളൊന്നും ഇല്ല. അതെ, അച്ഛൻ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഒരു കഴിവ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ പറഞ്ഞതൊക്കെ സംഭവിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.